ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് കണ്ണൂരിൽ. അതുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളെ അവർക്ക് വേണ്ട. അതുകൊണ്ട് പള്ളികളിൽ പങ്കുവിളിക്കാൻ പാടില്ല, മദ്രസകളിൽ പഠനം നടത്താൻ പാടില്ല, പുതിയ പള്ളികൾ എടുക്കാൻ പാടില്ല, ഖബർസ്ഥാനുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണത്രേ ഇവരുടെ തിട്ടൂരം. ഇവിടെ പി ജയരാജൻ ചന്ദ്രിക എഴുതിയിട്ടുള്ള ലേഖനമുണ്ട്. CPM നയം മാറുന്ന CPM എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ലേഖനത്തിൽ എടുത്തെടുത്ത് പറയുന്നു. ഞാൻ എന്റെ പ്രസംഗമുണ്ട് ദുബൈയിൽ വെച്ച 3.5 മണിക്കൂർ നേരം മഹാനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടെ ജീവിതത്തിലാദ്യമായി ഒരു വിദേശയാത്ര നടത്താനും ഗൾഫ് രാജ്യത്ത് വെച്ച് പ്രസംഗിക്കാനും ഒരു അവസരം കിട്ടിയപ്പോ മഹാനായ തങ്ങളെ ഇരുത്തിക്കൊണ്ട് 3.5 മണിക്കൂർ നേരം കണ്ണൂരിലെ ഹതഭാഗ്യരായ മുസ്ലിങ്ങളെ കുറിച്ച്, കണ്ണൂരിലെ പ്രയാസങ്ങളെ കുറിച്ച്, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച്, പങ്കുവിളിക്കാൻ അനുവദിക്കാത്ത പള്ളികളെ കുറിച്ച്, നമസ്കരിക്കാൻ അനുവദിക്കാത്ത പള്ളികളെ കുറിച്ച്, പള്ളികൾ എടുക്കാൻ അനുവദിക്കാത്ത അവിടുത്തെ വഖഫ് ഭൂമികളെ കുറിച്ച്, മയ്യത്ത് മറവ് ചെയ്യാൻ അനുവദിക്കാത്ത ഖബർസ്ഥാനുകളെ കുറിച്ച് ഞാൻ 3.5 മണിക്കൂർ നേരം നടത്തിയ പ്രസംഗം എഡിറ്റ് ചെയ്തു. ഇവിടുത്തെ CPMന്റെ ആർക്കെങ്കിലും അതിൽ സംശയമുണ്ട് എങ്കിൽ വിഷ്വലായി ഏതാണ് പള്ളി, ഏതാണ് മദ്രസ, ഏതാണ് പറമ്പ്, ഏതാണ് ഖബർസ്ഥാൻ, അതൊക്കെ വളരെ വ്യക്തമായി കാണിച്ചുകൊണ്ടുള്ള വിഷ്വലായിട്ടുള്ള ഒരു പ്രസംഗം യൂട്യൂബിൽ അൻസാരി തെല്ലങ്കേരി എന്നടിച്ചാൽ, ദുബൈ എന്നടിച്ചാൽ ആ പ്രസംഗം വരും. ഇപ്പോ ഫേസ്ബുക്കിലുമുണ്ട്. അതിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെയും കിട്ടും എന്റെ പ്രസംഗം വിഷ്വലായി തെളിവുകളോടെ. വെറുതെ മൈതാന പ്രസംഗം നടത്തുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കാണിച്ച വർഗീയത. ഞങ്ങൾ അടിയറപ്പാറ എന്ന് പറയുന്ന പി ജയരാജന്റെ നിയോജക മണ്ഡലമായ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ മുരിയാട് പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 3 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പള്ളിയുടെ പ്ലാൻ കൊണ്ടുപോയി ഇതൊന്ന് പാസ്സാക്കി തരണം, ഞങ്ങൾക്ക് പള്ളി എടുക്കാൻ. ആ പ്ലാൻ കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് സെക്രട്ടറി പറഞ്ഞു, ഇത് ഭരണസമിതിയിലേക്ക് കൊടുക്കണ്ട, നിങ്ങൾക്ക് കിട്ടില്ല, പള്ളിക്ക് അനുവാദം കിട്ടില്ല, അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഇവർ നിരാശയോടെ മടങ്ങുമ്പോ ബഹുമാന്യനായ CT അഹമ്മദ് അലി കേരളത്തിന്റെ പഞ്ചായത്ത് മുനിസിപ്പൽ മന്ത്രിയായിരുന്ന കാലത്ത് തലശ്ശേരിയിൽ നിന്നുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയായ NGO അസോസിയേഷന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തെ കാഞ്ഞങ്ങാടേക്ക് മാറ്റി. ഞാനൊന്ന് തലശ്ശേരിയിൽ താമസിക്കുന്ന സമയം അദ്ദേഹം എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വന്നു, എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ CTയുമായി സംസാരിച്ചു. അദ്ദേഹത്തെ കൂത്തുപറമ്പിലേക്ക് മാറ്റിക്കൊടുത്തു. ആ മാറ്റിക്കൊടുത്തതിന് നന്ദിയായി ഈ പള്ളിയുടെ പ്ലാനുമായി മടങ്ങിപ്പോകുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഈ UD ക്ലാർക്ക് സമീപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് പ്ലാൻ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മുനാരവും ഈ കുബ്ബയുമാണ് പ്രശ്നം. ഈ കുബ്ബയും മുനാരവും മാറ്റി ഇതേ രീതിയിൽ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന ഒരു പേരുമിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പൽ കൗൺസിലിന് പാസ്സാക്കേണ്ടി വരും. അത് പാസ്സാക്കി തരാൻ ഞാൻ എന്റെ കഴിവ് അവിടെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടൊന്ന് പ്ലാന് മാറ്റണം. അവിടെ ആ പ്ലാന് മാറ്റി കുബ്ബയുണ്ടായാലും മിനാരമുണ്ടായാലും, മിനാരമില്ലെങ്കിലും കുബ്ബയില്ലെങ്കിലും ഒരു പള്ളിയാവണം എന്നൊരു ചിന്തയോടെ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ കിലോമീറ്ററുകളോളം പള്ളിയിലേക്ക് പോകാൻ സഞ്ചരിക്കേണ്ടവർ അവസാനം പ്ലാന് മാറ്റിക്കൊടുത്തു. പ്ലാന് പാസ്സാക്കേണ്ടി വന്നു ഇവർക്ക്. കാരണം ഇവരറിയുന്നില്ല ഇത് പള്ളിയുടെ പ്ലാനാണ്, നേരത്തെ കൊണ്ടുവന്ന പള്ളിയുടെ പ്ലാൻ തന്നെയാണ് ഇപ്പോഴും ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്, അഷ്റഫ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസുകാരൻ. ബാക്കി എല്ലാവരും CPMന്റെ പ്രവർത്തകന്മാർ, CPMന്റെ കൗൺസിലർമാർ. അവസാനം ആ പ്ലാൻ പാസ്സായി. പള്ളി പണിതു അവിടെ 2 കൊല്ലം കൊണ്ട്. നമസ്കാരം തുടങ്ങി. ഒരാഴ്ച നമസ്കാരം മുന്നോട്ട് പോയപ്പോ പ്രിയപ്പെട്ടവരെ, ഇപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ BJP പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 307 വകുപ്പ് പ്രകാരം 7 വർഷത്തെ തടവിന് അവിടുന്ന് സൃഷ്ടിച്ചിട്ടുള്ള കഠിന തടവിന് ശിക്ഷിച്ചിട്ടുള്ള പാനോളി വത്സൻ എന്ന് പറയുന്ന കൂത്തുപറമ്പ് CPM ഏരിയ സെക്രട്ടറിയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ മക്കളും പനോളി വത്സന്റെ അനുയായികളും CPMന്റെ അംഗങ്ങളും ഒരു ദിവസം പള്ളിയുടെ മുമ്പിലുള്ള ഇതുപോലൊരു മരത്തിൽ, ഇതിനേക്കാൾ തടിയുള്ള ഒരു മരത്തിൽ ഇതുപോലെ തറകെട്ടി, എന്നിട്ടൊരു കല്ലുകൊണ്ട് അവിടുന്ന് ചുവന്ന ഒരു തുണിയിൽ കല്ല് പൊതിഞ്ഞ് ആ കല്ലിന്റെ മുകളിൽ ഒരു ചെറിയ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടോ പിറ്റേന്ന് പരാതി കൊടുത്തു. പനോളി വത്സന്റെ ജ്യേഷ്ഠന്റെ മക്കൾ ഹിന്ദു ഐക്യവേദി എന്ന പേരിൽ, അവിടെ BJP ഇല്ല, RSS ഇല്ല, ഹിന്ദു ഐക്യവേദി എന്ന പേരിൽ
അവിടുന്ന് പരാതി കൊടുത്തു. പരാതി സ്വീകരിച്ചു മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ പോലീസ് അധികാരികളും റവന്യൂ അധികാരികളും കളക്ടറും പരാതി സ്വീകരിച്ചു. ഇവർ ഒരു ദിവസം പള്ളി വളഞ്ഞു. നമസ്കരിക്കാൻ വന്ന ആളുകളെ വിരട്ടി ഓടിച്ചു. പാർട്ടി ഗ്രാമമാണ്. അവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ ഒഴിച്ച്, ഒരു കുടുംബത്തിലെ ഒരാൾ ഒഴിച്ച്, അതും ഖത്തർ KMCCയുടെ ഒരു പ്രവർത്തകൻ അവിടെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ കല്യാണം കഴിച്ച പെണ്ണിന്റെ സഹോദരൻ മാത്രമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ. ബാക്കി എല്ലാവരും CPMന്റെ പ്രവർത്തകർ. കാരണം പാർട്ടി ഗ്രാമമാണ്. ആ പാർട്ടി ഗ്രാമത്തിൽ പ്രിയപ്പെട്ടവരെ പള്ളി വളഞ്ഞ് ആളുകളെ ഓടിച്ചു. അങ്ങനെ അതോടുകൂടി പള്ളി പൂട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, ഈ കഴിഞ്ഞ ഭരണകൂടത്തിന്റെ കാലത്ത് ആകാവുന്നിടത്തെല്ലാം മുട്ടി, പക്ഷെ തുറന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും നേതൃത്വത്തിൽ ഈ 2011 മെയ് മാസം അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വീണ്ടും പോയി പരാതി കൊടുത്തു. ഇതൊന്ന് തുറന്നു തരണം എന്ന് പറഞ്ഞു. കലക്ടറുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ മാസം ഒരു മാസം അവിടെ നിന്ന് തുറന്നു കൊടുക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാക്കാം എന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ഒരു മാസം തുറന്നു തന്നു. ശബാലിന്റെ അമ്പഴവട്ടം ആകാശത്തിൽ ദൃശ്യമായതോടുകൂടി വീണ്ടും പള്ളി പൂട്ടിച്ചു. CPMകാർ വന്നു. നാളെ മുതൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് കൽപ്പന കൊടുത്തു. നമസ്കാരം നിന്നു. പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് നമസ്കരിക്കാരെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. 85ാം സമസ്ത കേരള സംയുക്തമേഖയുടെ 85ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു മുഅല്ലിം ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി അതിന് തൊട്ടടുത്ത് വെച്ച പരിപാടിയിൽ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് മഗ്‌രിബ് വിളിച്ച് മഗ്‌രിബ് നമസ്കാരത്തിന് പാങ്ക് വിളിച്ചപ്പോ ഇവർക്ക് പള്ളിയിൽ പോകണം. മുഅല്ലിമീങ്ങളും ആ നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ പള്ളിയിലേക്ക് പോയി. നമസ്കാരം തുടങ്ങി. ഒരു റക്അത്ത് കഴിഞ്ഞപ്പോ തന്നെ CPMന്റെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അന്ന് 2 ഏരിയ സമ്മേളനങ്ങൾ നടക്കുക. ഒന്ന് മാലൂർ ഏരിയ സമ്മേളനം, മറ്റൊന്ന് കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മാപ്പിളമാർ അവിടെ നമസ്കരിക്കുകയാണ്, പള്ളി വളയണം. പള്ളി വളഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശേഷം, ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പോ നമസ്കരിച്ചതിന്റെ പേരിൽ ഒരാൾക്കും ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരവസ്ഥ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടാവില്ല. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ വിലസു നടക്കുന്ന ഗുജറാത്തിൽ പോലും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ആ പള്ളി വളഞ്ഞു. 400 വരുന്ന ആളുകൾ പള്ളി വളഞ്ഞ പോലീസിനെ വിളിച്ചു. അവർ CI ആവട്ടെ, കോടിയേരി പാലഘട്ടന്റെ ഏറ്റവും അടുത്ത ബന്ധുവാൻ, അതുപോലെ തന്നെ SIയും വിളിച്ചു. 2 കൂട്ടരും പോലീസ് വ്യൂഹവുമായി അവിടത്തേക്ക് വന്നു. പള്ളി വളഞ്ഞ ആളുകൾ ഓടിക്കളഞ്ഞു. 10 പേർ മാത്രമാണ് അവിടെ അവശേഷിച്ചത്. ആ 10 ആളുകളെ പിടിച്ചു. പള്ളികൾ നമസ്കരിക്കുകയായിരുന്ന 48 മുസ്ലിങ്ങളെയും പിടിച്ചു. 48 ആളുകളെയും അവിടുന്ന് കൊണ്ടുപോയി. അവർക്ക് 153A വകുപ്പ് പ്രകാരം കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന ആ വകുപ്പ് ഉപയോഗിച്ചു, മതസൗഹാർദ്ദം തകർക്കുന്ന വകുപ്പ് ഉപയോഗിച്ചു ഇവർക്കെതിരായി കേസെടുത്ത് 38 ദിവസം ജയിലിൽ കിടന്നു. സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ മാത്രമാണ് അതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ. ബാക്കി എല്ലാ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ്. 38 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ആദ്യത്തെ 5 ദിവസം തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ടായി. ഈ വിനീതനായ ഞാനൊന്ന് ജില്ലാ MS യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, അവരെ ഏറ്റെടുക്കണം. അവർ തന്നെ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ഭാര്യമാര്, അവരുടെ ഉമ്മമാര്, നിങ്ങൾ ഏറ്റെടുക്കണം. ഇത് ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ച അവസ്ഥാനം ഞങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുക. അവർ തന്നെയാണ് പഠിപ്പിച്ചത്. അവരാണ് നമസ്കരിക്കാൻ അനുവദിക്കാത്തത്. അവരാണ് പള്ളി എടുത്തതിന്റെ പേരിൽ ഒരു ജനതയെ ചവിട്ടി മതിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവർ പറഞ്ഞ ദിവസം തന്നെ തലശ്ശേരിയിലെ സബ് ജയിലിലേക്ക് പോയി. ഞാൻ അവരെ കണ്ടു. ഈ 48 ആളുകളെയും കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജില്ലാ തലത്തിലുള്ള ജനസമ്പർക്ക പരിപാടിക്ക് വന്ന ദിവസം ഞാനൊരു നിവേദനം കൊടുത്തു. അവിടെ പ്രോസിക്യൂഷൻ വല്ലാത്ത സ്ട്രോങ് ആക്കുകയാണ് CPMന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി. കാരണം CPMകാരനായ പ്രോസിക്യൂട്ടറെ ഈ ഗവൺമെന്റ് വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം പ്രോസിക്യൂട്ടറെ മാറ്റി. 48 പേരെ 38ാമത്തെ ദിവസം ജാമ്യം കൊടുത്തു സെഷൻസ് കോടതി. എന്നിട്ടൊരു വാദി വെച്ചു, ഇവർ ആ മുനിസിപ്പൽ പ്രദേശത്ത് കടന്നു പോകരുത്. വലിയ വാഹനങ്ങളുടെ വ്യൂഹത്തോടെ ബസ്സിൽ കയറ്റി ഇവരെ കൊണ്ടുവന്ന് ഞങ്ങൾ കോട്ടയം പഞ്ചായത്തിന്റെ അതിർത്തിയിൽ അവിടെ പ്രവേശിപ്പിച്ചു. വലിയ ആഘോഷമായി കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ അടികറപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു നമസ്കരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ചന്ദ്രിക ലേഖനത്തിൽ എഴുതി. ആ ലേഖകൻ അവിടുന്ന് തുടർന്നെഴുതി,
കൂത്തുപറമ്പിലെ തന്നെ അവിടുത്തെ പൂക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അത് കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ്. ആ കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ പൂക്കോട് നമസ്കരിക്കാൻ ആളുകൾക്ക് പള്ളിയിലേക്ക് ഒന്നുകിൽ പാറാലേക്കോ അതല്ലെങ്കിൽ കോട്ടയം പൊയിലിലേക്കോ പോകേണ്ടി വരുന്ന ദുരവസ്ഥയുണ്ടായതുകൊണ്ട് ഒരു ഉദാരമനസ്കം കൊടുത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പായി ഒരു ഷെഡ് നിർമ്മിച്ചു. അവിടെ ആ ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച് നമസ്കാരം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോ ആ ഷെഡും പൊളിച്ചു കളഞ്ഞു ഈ CPM സംഘം എന്നെഴുതിയപ്പോ അതിന് ജയരാജൻ എഴുതിയ മറുപടി എന്താ മറുപടി എന്നോ ദേശം അവിടെ ചന്ദ്രികക്ക് തെറ്റിപ്പോയി. അത് കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമല്ല. ഈ ഷെഡ് നിർമ്മിച്ചത് പാട്യം പഞ്ചായത്തിന്റെ ഭാഗമാണ്. അതായത് രണ്ടിടത്തും പ്രതിപക്ഷമില്ല, രണ്ട് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല. പാട്യം പഞ്ചായത്തിന്റെ ഭാഗമാണ് ആ പ്രദേശം എന്നാണ് അത്രേ ലഘുവായ അദ്ദേഹത്തിന്റെ മറുപടിയിൽ പറഞ്ഞത്. അവിടെ പാണക്കാട് കുടുംബത്തിലെ ഒരു തങ്ങൾ, ഞാൻ തങ്ങളുടെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല, ഒരു കാരണവശാലും പരാമർശിക്കരുത് എന്ന് തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞതുകൊണ്ട് തങ്ങൾ അവിടെ ഒരു ഉദ്ഘാടനത്തിന് എന്റെ പ്രദേശമായ ഇരിട്ടിയിൽ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അവിടുന്ന് സന്ധ്യ കഴിഞ്ഞാണ് അതിന്റെ ഉദ്ഘാടനം. കാനൂരിലെ മറ്റൊരു 2-3 പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് തങ്ങൾ വരുന്നത്. ആ പരിപാടികളിലേക്ക് വരുമ്പോൾ അസറിന്റെ സമയം കഴിയാറായി. മഹാനായ തങ്ങൾ ആ ഷെഡിൽ കയറി അതിന് കുറേയും കൂടി സഞ്ചരിക്കുമ്പോഴേക്കും മഗ്രിബ് ബാങ്കിന്റെ സമയമാകും, അസറിന്റെ സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ട് തങ്ങൾ ചോദിച്ചു എവിടെയാണ് നമസ്കരിക്കാൻ സൗകര്യം. തങ്ങളെ കൂട്ടാൻ വേണ്ടി പോയ എന്റെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു, തങ്ങൾ ഇവിടെ ഒരു ഷെഡുണ്ട്, അവിടെ കയറി നമസ്കരിക്കാം, പള്ളിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ കയറി നമസ്കരിച്ച് കഴിയുമ്പോഴേക്കും CPMകാർ അത് വളഞ്ഞു, ആ ഷെഡ് വളഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ തങ്ങളെ പിടിച്ചു. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളായാലും അവിടുന്ന് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ല. ഈ കൂടെ നിൽക്കുന്ന ആള് പറഞ്ഞു, അത് തങ്ങളായാലും ശരി മൊയ്ലിയാരായാലും ശരി, ഈ ഷെഡിൽ ഇനി നമസ്കരിച്ചാൽ ഇവരുടെ വിചാരം ഇവർ ഇങ്ങനെ ഇടയ്ക്കിടെ വന്ന് നമസ്കരിക്കാൻ പാകത്തിലുള്ള സ്ഥലത്താണ് തങ്ങളുടെ സ്ഥലം എന്ന. പാണക്കാടാണ് എന്ന് പറഞ്ഞില്ല, തങ്ങളാണെന്ന് മാത്രമേ കൂടെയുള്ള മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞുള്ളൂ. തങ്ങളായാലും ശരി മൊയ്ലിയരായാലും ശരി, ഇനി മേലിൽ ഇവിടുന്ന് നമസ്കരിച്ചാൽ കാലിന്റെ മുട്ടുണ്ടാവില്ല എന്ന് പാണക്കാട്ടെ ഒരിളം തലമുറയോട് പ്രിയപ്പെട്ടവരെ ആ ഷെഡിൽ വെച്ച് നമസ്കരിച്ചു പോയതിന്റെ പേരിൽ നിന്റെ പാർട്ടി പറഞ്ഞുവെങ്കിൽ ആ വർഗീയത ഞങ്ങൾ എവിടെയാ കാണിച്ചത്? നീ കാണിച്ച വർഗീയത ഞങ്ങൾ എവിടെയാ കാണിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത കാണിച്ചു എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? എത്ര എന്റെ മണ്ഡലത്തിൽ, ഞാൻ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റായ എന്റെ നിയോജക മണ്ഡലത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് 1,25,00,000 രൂപ മുതലിറക്കിയ സഖാവ് ജയരാജന്റെ കണ്ടൽ പാർക്ക് പൂട്ടിക്കാനും അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഈ കേരളത്തിന്റെ ഹൈക്കോടതിയിലേക്ക് പോകാനും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ മുമ്പിലേക്ക് പോകാനും ഈ സാധിക്കുകയും അതുപോലെ തന്നെ ഇത് പൂട്ടിക്കുകയും ചെയ്യുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലക്ക് എന്റെ നിസ്സഹായാവസ്ഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടുന്ന് തുറന്നു പറയുക. എന്റെ നിയോജക മണ്ഡലത്തിലെ ചാലോട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. പ്രദേശത്തെ മുസ്ലിങ്ങൾ ഇപ്പോ കുടിയേറി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ മുസ്ലിം കുടുംബങ്ങൾ അവിടെയില്ല. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് വന്നു, ബസ് സ്റ്റാൻഡിന്റെ ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു. ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് കച്ചവടക്കാരായിട്ട് മുസ്ലിങ്ങൾ വന്നു. അവിടെ വന്നപ്പോൾ അവർക്ക് ഒരു നമസ്കരിക്കാൻ ഒരു പള്ളിയില്ല. അവർ ആലോചിച്ചു എവിടുന്നാണ് ഒരു പള്ളി, ആ പള്ളിക്കാരാണ് സ്ഥലം തരിക. അവസാനം ഇടയന്നൂരിലെ ഒരു ഹാജിയാരെ സമീപിച്ച ഹാജിയാരോട് പറഞ്ഞു, ഹാജിയാരെ ആ സ്ഥലം തരികയാണെങ്കിൽ ഇത്ര രൂപ തരാം പള്ളിക്കാണ് എന്ന് പറഞ്ഞപ്പോ ഹാജിയാര് പറഞ്ഞു, ഞാൻ 10 സെന്റ് ഭൂമി ₹1 പ്രതിഫലമില്ലാതെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പള്ളി എടുക്കുമെങ്കിൽ ആ പള്ളിക്ക് വേണ്ടുന്ന സഹായവും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പള്ളി നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയി. ആദ്യം ഷെഡ് നിർമ്മിച്ചു. അവിടെ വെച്ച് ഈ കച്ചവടക്കാർ നമസ്കരിക്കാൻ തുടങ്ങി. അത് കത്തിച്ചു കളഞ്ഞു. BJPയും CPMഉം ഒന്നിച്ചു ചേർന്നു കത്തിച്ചു കളഞ്ഞു. പിന്നീട് പുനർനിർമ്മിച്ചില്ല. പിന്നെ ആ നാട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുണ്ടായപ്പോ എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ക്ഷേത്ര കമ്മിറ്റി ആലോചിച്ചിട്ട് പിടികിട്ടാതെ വന്നപ്പോ നിങ്ങളുടെ തിരുനാവായിലെ ഒരു കാർമ്മികനെ കൊണ്ടുവന്ന് അവിടുന്ന് ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചു. താമ്പൂല പ്രശ്നവും അതിന്റെ ഉയർന്ന പ്രശ്നം വെപ്പ് എന്ന നിലക്ക് സ്വർണ്ണ പ്രശ്നവും വെച്ചു. ഈ 2 പ്രശ്നത്തിലും, താമ്പൂല പ്രശ്നത്തിലും സ്വർണ്ണ പ്രശ്നത്തിലും തെളിഞ്ഞത് ഒരു ദേവാലയം നിർമ്മിക്കാൻ അനുമതി കൊടുക്കാത്തതും അത് തടഞ്ഞതുമാണ് ഈ ഭൂമിയിലെ ഇവിടുത്തെ ഈ നാട്ടിലെ പ്രശ്നം, ഈ ക്ഷേത്രത്തിലെ പ്രശ്നം, ഈ പ്രദേശത്തെ പ്രശ്നം. അത് പരിഹരിക്കാൻ
ആ ദേവാലയം അടിയന്തരമായി അവിടെ നിർമ്മിക്കുക എന്ന ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളോട് തിരുനാവായയിലെ തന്ത്രി പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ അവസാനം ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികള് അടിയനൂരിൽ ആചാര്യോട് പറഞ്ഞു, ആചാര്യ നിങ്ങൾ നമ്മുടെ പള്ളി നിർമ്മിക്കണം, ഞങ്ങളുടെ എല്ലാ സഹായവും ചെയ്യാം. ഒരു പാർട്ടിയും അതിനെ എതിർക്കില്ല, ഒരാളും അതിനെ എതിർക്കാൻ മുന്നോട്ട് വരില്ല. ഒരു പാർട്ടിയും എതിർക്കാൻ മുന്നോട്ട് വന്നില്ല. പള്ളി നിർമ്മിച്ചു. ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞു, പെയിന്റിംഗ് ജോലി വരെ കഴിഞ്ഞു. പക്ഷേ നമ്പർ തരുന്നില്ല. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് CPM ഭരിക്കുന്ന പഞ്ചായത്തായി. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു മുസ്ലിം ലീഗ് അംഗവും ഒരു കോൺഗ്രസ് അംഗവും ഒരെണ്ണി തോൽപ്പിച്ച് അവസാനം ഹൈക്കോടതി വിജയിപ്പിച്ച മറ്റൊരു കോൺഗ്രസ് വനിതാ അംഗവും 3 പേർ ഒഴിച്ചു ബാക്കിയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ. ഭരണാനുമതി തരുന്നില്ല, അതിന് നമ്പറിടാൻ അനുവദിക്കുന്നില്ല ആ ഭരണസമിതി. ഞാൻ DDPയെ സമീപിച്ചു, മുഖ്യമന്ത്രിയായ മുനീർ സാഹിബിനെ സമീപിച്ചു. മുനീർ സാഹിബ് DDPO വിളിച്ചു പറഞ്ഞു, DDP സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു. സെക്രട്ടറി നിസ്സഹായാവസ്ഥ പറഞ്ഞു. അവിടുന്ന് പ്രസിഡന്റും ഭരണസമിതിയും അനുവദിക്കുന്നില്ല. ഒരു സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ നിസ്സഹായനാണ് സാർ, ഞാൻ നിസ്സഹായനാണ്. എന്താണ് ചെയ്യുക? ഒരു ഭരണസമിതിയെ പിരിച്ചുവിടാൻ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം